ഹലോ ഗായ്സ്, എല്ലാവർക്കും ബന ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ് എന്നത്. ഗൂഗിൾ ലെൻസ് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജ് ടു ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാനും അത് കഴിഞ്ഞ് ഇമേജ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസുകളിലും നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ അവൈലബിൾ ആണ്. സോ ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു വിൻഡോസിൽ നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോം ബ്രൗസർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അത് മാത്രമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ പി സിയിൽ എങ്ങനെയാണ് ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ച് നോക്കാം. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷനിനുള്ളിൽ നിന്നും ഗൂഗിൾ ക്രോം എന്ന് കാണാൻ വേണ്ടി കഴിയും. ഗൂഗിൾ ക്രോമിൽ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ താഴെയായിട്ട് സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ സെർച്ച് വിത്ത് ഗൂഗിൾ ലെൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഗൂഗിൾ ലെൻസിൻ്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആയി വരും. നമുക്കതിന് ആ ഇമേജിനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആ ഇമേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അങ്ങനെ ഗൂഗിൾ ലെൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പി സിയിൽ നമ്മുടെ ഈ ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പി സിയിൽ ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ നമ്മൾ ആ ഗൂഗിൾ ലെൻസ് ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഗൂഗിൾ ക്രോം കാണുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് മാനുവലായിട്ട് ഗൂഗിൾ ലെൻസ് അങ്ങോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഇമേജിൻ്റെ ഓപ്പൺ വിത്ത് എന്ന് പറഞ്ഞ മെനു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെയായിട്ട് ചൂസ് അനദർ ആപ്പ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് വരികയാണെങ്കിൽ മോർ ആപ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. മോർ ആപ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ലുക്ക് ഫോർ അനദർ ആപ്പ് ഓൺ ദിസ് പി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രോഗ്രാം ഫയൽസിനുള്ളിലോട്ടാണ് പോകുന്നത്. പ്രോഗ്രാം ഫയൽസിനുള്ളിൽ നമ്മൾ ആദ്യമേ ഗൂഗിൾ എന്ന ഫോൾഡർ ഫൈൻഡ് ചെയ്യാം. ഗൂഗിൾ എന്ന ഫോൾഡറിനുള്ളിൽ ക്രോം എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളിൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ കാണാൻ വേണ്ടി കഴിയും. ആപ്ലിക്കേഷൻ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോം എന്ന് പറഞ്ഞ മറ്റൊരു ഫയൽ കാണാൻ വേണ്ടി കഴിയും. അത് ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി കഴിയും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇമേജിനെ ക്രോമിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഗായ്സ്, ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പി സിയിൽ നമുക്ക് ഗൂഗിൾ ലെൻസ് എന്ന ഫീച്ചർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.